എല്ലാവർക്കും പ്രിയ കുക്കിംഗ് വേളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മസാല ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അമ്മമാരുടെ ഒരു വെല്ലുവിളി തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാനിന്ന് മോനത് തട്ടിൽ കുട്ടി ദോശയ്ക്ക് ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് കയറ്റി വിട്ടു. മോൾക്കാണെങ്കിൽ നേരെ വിപരീതം ചോറാണ് ഇഷ്ടം, ഇതുപോലെ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നമ്മളിതാ വന്ന് നിൽക്കുന്നത് മസാല ഇഡ്ഡലിയിലാണ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ പിന്നെ ഒരു ഹെൽത്തി ഒരു സൈഡ് ഡിഷും കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് കാണാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 3 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീഡിയം പീസുകളാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പട്ടാണിയാണ് കേട്ടോ, പച്ചപ്പട്ടാണിയാണ് എടുത്തേക്കണത്. അതും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ഇത് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം എൻ്റെ ഇവിടെ ഒറ്റ വിസിലടിച്ചാൽ മതി. ചിലരുടെ 2 വിസിലൊക്കെ വേണ്ടി വരും. വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഗ്രേറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള 4/1 ഭാഗമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സി ജാറാണെങ്കിൽ മിക്സി ജാറിലും ഇത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ തിരിച്ചാൽ മതി. പിന്നെ ഇതാ ഒരു തണ്ട് മല്ലിയില കേട്ടോ, അതിൻ്റെ കട്ടിയുള്ള തണ്ട് ഒന്ന് മാറ്റി കളയാട്ടോ, മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഇതാ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പകുതി പച്ചമുളക് അതിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഒരു വലിയ സൈസ് തക്കാളി ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് ഒരു തക്കാളിയും കൂടി എടുത്തിട്ട് അതുപോലെ ഗ്രേറ്ററിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ തരിതരിപ്പായിട്ടാണ് ഒന്ന് തിരിച്ചെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ജാറിൽ പൾസ് മോഡിലിട്ടിട്ട് ഒരു 2 കറക്ക് കറക്കിയാൽ മതിയാവും. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ അതിനായിട്ട് അരമുറി ചെറുനാരങ്ങ നീര് ഒന്ന് ആദ്യം പിഴിഞ്ഞൊഴിക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കൂളിലേക്ക് കൊടുത്തയക്കുകയാണെങ്കിൽ ഈ സവാള ഒഴിവാക്കാം കേട്ടോ. നമുക്ക് സവാള അധികം നമ്മൾ പച്ചക്കാണല്ലോ അരച്ചിട്ട്, അങ്ങനെ അധികം നേരം വെക്കണത് നല്ലതല്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അരച്ചിട്ട് കൊടുത്തയക്കാം. ഇനിയിപ്പോൾ ആ നേരം കൊണ്ട് ഇത് വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് അതിന് ശേഷമാണ് ഞാൻ ഒറ്റ വിസിൽ തുറന്നാക്കിയപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ, ഉടഞ്ഞ് നന്നായിട്ട് ഉടയ്ക്കാവുന്ന രീതിയിൽ. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ട് മസാല ആദ്യം ഉണ്ടാക്കാനായിട്ട് നെയ്യ് 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അപ്പോൾ തന്നെ പാതി അളവിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇത് 3 കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയതായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ബാക്കിയുള്ള സവാള നമ്മൾ നേരത്തെ ചെത്തി വെച്ചിട്ടില്ലേ, അതിൽ ബാക്കിയുള്ള സവാള നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. ബ്രൗൺ ഷെയ്ഡൊന്നും വരണ്ട, ചില്ലി പരിവം ആവണ്ട, അതിന് മുന്നേ തന്നെ ഒരു 10 സെക്കൻഡ് തന്നെ മതിയാവും. ഇളക്കിയിട്ട് ഇതിലേക്ക് പച്ചമുളക് നല്ലോണം അരിഞ്ഞെടുക്കട്ടെ. 1-2 പച്ചമുളക്. നല്ലൊരു എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊടിയായിട്ട് നൈസായിട്ട് ഇതിനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 10 സെക്കൻഡ് തന്നെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിൻ്റെ പച്ചപ്പ് നിൽക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ മസാലയ്ക്ക് അടക്കം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിൽ ഉപ്പ് പിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 സെക്കൻഡ് അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്ര തന്നെ മതി. ഫ്ലെയിമിൽ ഓവനാക്കിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗരം മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ ഇതിലേക്ക് നല്ല പൊടിയായി അരിഞ്ഞ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മളിതാ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടിടുക കേട്ടോ. തീരെ പീസൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുവിധം പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസും ആ വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ഇല്ലാതെ തന്നെ, വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ ചേർക്കണ്ട, അത് ഇല്ലാതെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ച് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപ്പ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടിട്ട് ഉപ്പ് ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഉരുട്ടേണ്ടത്. അപ്പോൾ എൻ്റെ മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല, പക്ഷേ നേരില്ലാത്ത കാരണം ഞാനിപ്പോൾ തന്നെ ഉരുട്ടുകയാണ്. അപ്പോൾ കയ്യിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ വീതം എടുത്തിട്ട് കുറേശ്ശെ കുഞ്ഞേ സൈസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഇഡ്ഡലിയിലേക്ക് ഇത് ഇടാനായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട്
കുഞ്ഞേ സൈസ് ഉണ്ടകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ കൈകൊണ്ട് ഒന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ബൈൻഡിങ് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞോളും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ കാണുന്ന പോലെ തന്നെ നമ്മൾ പരിപ്പ് വടയൊക്കെ പരത്തുന്ന പോലെ വടയുടെ ഷേപ്പിൽ ഒന്ന് മസാല വടകളാക്കിയിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ 12 എണ്ണം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 12 ഇഡ്ഡലിയിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനി ഇഡ്ഡലി തട്ട് എടുത്തിട്ട് എണ്ണ തടവണമെങ്കിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ പകുതി ഭാഗം മാത്രം മാവ് ആദ്യം ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മസാല വടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നടുക്കിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. പതുക്കെ എല്ലാത്തിലേക്കും വെച്ചെടുത്തതിന് ശേഷം പിന്നെ വേറെ തട്ടുകളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ കോരി ഒഴിക്കുക കേട്ടോ മാവ്. അപ്പോൾ ആദ്യമാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ വടകളും നിരത്തുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മാവ് ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചാൽ മതിയിട്ട്, വല്ലാണ്ട് കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴുകി അങ്ങോട്ട് പോവും. അപ്പോൾ അതുപോലെ മൂടുന്ന രീതിയിൽ മാത്രം മതി. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് നമ്മൾ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് ഇരിക്കണം കേട്ടോ. ആ സമയത്ത് വേണം ഇത് ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ വെക്കുക. അത് അപ്പോൾ തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വെജ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മസാല വേണമെങ്കിൽ എണ്ണയിൽ ചാലിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ മുകളിലേക്ക്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിപ്പൊടിയോ ചട്നിപ്പൊടി ഉണ്ടാവില്ലേ, ഇഡ്ഡലിപ്പൊടി എന്നോ ചട്നിപ്പൊടി എന്നൊക്കെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് ആ പൊടി എടുത്തിട്ട് ഇഡ്ഡലിപ്പൊടി ചട്നിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇഡ്ഡലിയുടെ തന്നെ മസാല ഇഡ്ഡലിയുടെ മുകളിലായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അത് അങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലികൾ അങ്ങനെ തന്നെ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ച് മുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ പീച്ചപ്പം ചെയ്തില്ലേ, പീച്ചപ്പം ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ വേറെ വറവൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. സ്റ്റീം ചെയ്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഇഡ്ഡലികളാണ് കേട്ടോ. ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതിൻ്റെ ഒപ്പം ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഡിഷ് ക്യാരറ്റിൻ്റെയും കൂടെ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം.